പാഴ്സല് കൊണ്ട് ഈ കാശുള്ളവരെ വീട്ടിൽ നിന്ന് ആൾ വരും. ഇഡ്ഡലി, സാമ്പാർ. അങ്ങനെ ഒരു സംവിധാനമില്ല. അല്ല, അവര് പറയുന്നത് അങ്ങനെ ഇല്ലെന്നാണല്ലേ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ വന്നതാ ഇപ്പൊ സാറ് ഇന്നപ്പോ വന്നപ്പോഴത്തെ ഞങ്ങള് പാഴ്സൽ ഞങ്ങൾ കൊടുക്കാറില്ല. അപ്പൊ ചിലര് വന്നിട്ട് ഭക്ഷണം തീർന്നു പോയി കഴിയുമ്പോൾ അവർ വിഷമകരമായിട്ട് നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകാറുണ്ട്. നിങ്ങളിപ്പോൾ ഇത് ഇത്തരത്തിൽ കാലത്തെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ജീവിത മാർഗമായിട്ടാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ജീവിത മാർഗം സാറേ. നമുക്ക് കാരണം വേറൊരു നിവർത്തിയുണ്ട്, നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് സാറിന് ഒന്ന് കാണാൻ പറയല്ലോ, നമ്മൾ അത്രയും വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അത്തരത്തിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ വന്ന് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ അത് തീർന്നു പോയെന്ന് പറയുമ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിൽ അവരൊന്നും മിണ്ടത്തില്ല. അതെ, ഒരു ഹോട്ടലിലാണ് അങ്ങനെ ചെയ്തില്ല. നമ്മളിപ്പം ഇത്രയും 10 രൂപയ്ക്ക് നമ്മൾ ഇത്ര ഇതായിട്ട് കൊടുത്തിട്ടും അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാഴ്സൽ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു. നമ്മൾ അനധികൃതമായിട്ട് നമ്മൾ ഭക്ഷണം ചെലവാക്കുന്നു, ഞാൻ വിശന്ന് വന്നപ്പോൾ കിട്ടിയില്ല എന്നുള്ളത്. നമ്മൾ അങ്ങനല്ലല്ലോ സാറേ. ഇവിടെ വന്ന് കഴിക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് സാറ് കേൾക്കുകയും ചെയ്തതാണ്. കാരണം ഇവിടെ വന്നവരെല്ലാം പറയുന്നത് അങ്ങനെ പാഴ്സൽ നമ്മൾ കൊടുക്കാറില്ല. നമ്മളങ്ങനെ പാഴ്സൽ നിർത്തി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മുമ്പ് ഒരു ദിവസം നമ്മൾ അറിയാതെ കൊടുത്തിരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് അതൊന്ന് അവിടുത്തെ കോർപ്പറേഷൻ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നിർത്തലാക്കി. നമ്മൾ പാഴ്സൽ വരുന്നവർക്ക് നമ്മൾ കൊടുക്കാറില്ല. വന്ന് വിശപ്പിനുള്ള ആഹാരം 10 രൂപയ്ക്ക് 4 ഇഡലി സാമ്പാർ. ചിലപ്പോൾ അവർ 2 കൂടെ അഡീഷണൽ ചോദിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കും. അല്ലാതെ നമ്മൾ പാഴ്സൽ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാലത്തെ 10 രൂപയുടെ സാപ്പാട് കഴിച്ചാ എല്ലാ നാളേക്കും കഴിക്കുമാ? എല്ലാ നാളേക്കും പോകും. എങ്ക ഊര്? திருநெல்வேலி எத்தனை வருஷமாயிட்டு இங்கே தங்குது? இங்கே ஒரு 10-20 வருஷம் ஜோலிக்கு போவேன். ஆழ்ச்சியில் வரைக்கும் வீட்டுக்கு போவேன், மாதம் வரைக்கும் போவேன். ஏதாவது ஜோலி செய்ய முடியுமா? இப்போ ஜோலி செய்ய கண்ணு ஓப்பரம் செய்திருக்கேன். അപ്പോൾ ഈ 10 രൂപയുടെ ആഹാരം വലിയൊരു ഉദവിയായിരിക്കും. ഇത് ഉദവിയായിരിക്കും. എല്ലാ ദിവസവും ഇത് സാപ്പിടുമോ?